എന്തൊരു നാടക്കേട്! ആരാടായി അജിത് കുമാർ? അധോലോക നായകനോ? അധോലോക നായകനോ? വൈ രാജീവ്! പിണറായി വിജയൻ രാജീവ്! പ്രതിഷേധം പ്രതിഷേധം! ആർവൈഎഫിൻ പ്രതിഷേധം! കേരള സംസ്ഥാനത്തിലെ ഏറ്റവും സുപ്രധാനമായ അധോലോക ഇടനാഴിയായി ഇനി മുതൽ കേരളത്തിന്റെ പോലീസ് ആസ്ഥാനവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനവും മാറാൻ പോവുകയാണ്. ഈ ഇടനാഴിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട് സ്വർണം പൊട്ടിക്കലും സ്വർണം കള്ളക്കടത്തുമൊക്കെ നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢിയാക്കാമെന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ അങ്ങനെ വിചാരിക്കാമെങ്കിൽ അത് നടക്കില്ല എന്ന് സൂചിപ്പിക്കാനാണ് ആർവൈഎഫിന്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയുമായി കടന്നു വന്നിട്ടുള്ളത്. ശ്രീ എം.ആർ. അജിത് കുമാർ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും നേതൃത്വം നൽകുന്ന ഒരു ശൃംഖലയായി ഈ അധോലോക ഇടനാഴിയിൽ ഇരുന്ന് ഭരിക്കുന്നു. സാക്ഷാൽ പിണറായി വിജയന്റെ വിശ്വസ്തനായ എം.ആർ. അജിത് കുമാറിന്റെ രാജിയിൽ കുറഞ്ഞ് മറ്റൊന്നും കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. എം.ആർ. അജിത് കുമാർ രാജിവെക്കുന്നത് വരെ ചെറുതും വലുതുമായ കൂട്ടായ്മകൾക്ക് ആർവൈഎഫിന്റെ സമരഭടന്മാർ ഈ ഇടനാഴിയിലുടനീളം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് സ്വാഗതം പറയാൻ ആർവൈഎഫിന്റെ കേരള ഘടകത്തിന്റെ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൽ RSP പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോണിനെ ഏറെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. നമ്മളെല്ലാം ലജ്ജിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു അധോലോകം കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആ അധോലോകത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. സാധാരണഗതിയിൽ PV വെങ്കടനെ പോലൊരാള് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനടക്കം ആരും ഗൗരവത്തിലെടുക്കാറില്ല. കാരണം വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാത്രമേ അൻവറിനെ ഈ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആദ്യം ഗൗരവമായി അത് കണ്ടില്ലെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM-ഉം അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് കാണുമ്പോൾ സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിടുവായിത്തരമല്ല PV അൻവർ പറയുന്നത്. PV അൻവർ പറയുന്ന കാര്യങ്ങളിൽ എന്തോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടുള്ളവർക്കും ഭയക്കാനുണ്ട്, മറയ്ക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. കാരണം ഇന്നിപ്പോൾ ഏകദേശം 10 ദിവസമായി ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താണ് മുഖ്യമന്ത്രി ഒരു വാക്കിനെ കുറിച്ച് ഉച്ചരിക്കാം? ഇതിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ? ഒന്നെങ്കിൽ അൻവർ പറയുന്നത് തെറ്റ്, അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരി. ഇത് രണ്ടുമല്ല ഉള്ളൂ. അൻവർ പറയുന്നത് തെറ്റായിരുന്നെങ്കിൽ ഇന്നലെ MP ഗൗതൻ പറഞ്ഞതുപോലെ പാർട്ടി അംഗമല്ല എന്നുള്ളത് സാങ്കേതികത്വം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ CPM-ന്റെ ലെജിസ്ലേച്ചർ പാർട്ടി, പാർലമെന്ററി പാർട്ടി അംഗമായ അദ്ദേഹം തെറ്റാണ് പറഞ്ഞതെങ്കിൽ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അപവാദ പ്രചരണമാണ് നടത്തുന്നെങ്കിൽ ആ പാർലമെന്ററി പാർട്ടിയിൽ നിന്നെങ്കിലും സസ്പെൻഡ് ചെയ്യാമല്ലോ. സസ്പെൻഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അൻവർ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് പറയും. അങ്ങനെ അൻവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു നിമിഷം ആ കസേരയിൽ തുടരാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
കാരണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഈ പ്രവർത്തനം നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മന്ത്രി? അതാണ് ഞാൻ RYF-നെ ശ്ലാഘിക്കുന്നത്. കാരണം ഈ വാഴ കൊണ്ട് ആ കസേരയിലെത്തിയാൽ ഇതേ സാഹചര്യം തന്നെ കേരളത്തിലുണ്ടാകും എന്നുള്ളതിലൊരു സംശയവുമില്ല. അതൊരു മുഖ്യമന്ത്രിക്ക് ഭയക്കാനുണ്ട്, നിലപാടുകളില്ല. ഇതിൽ വളരെ വിചിത്രമാണ്. 10 ദിവസമായി ഈ ആക്ഷേപങ്ങൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും CPM-ന്റെ നേതാവിന്റെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോഴും P. ശശി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന കണ്ടോ? പറയുന്ന വളരെ വിചിത്രമാണ്. P. ശശിയെ കുറിച്ച് എഴുതി തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്ന. പിന്നെ മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ ഒരാളില്ല. മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ ആളില്ലെന്ന് മാത്രമല്ല, P. ശശി എന്ന സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇന്ന് CPM-ൽ നിന്ന് ആരും വരുന്നില്ല. മാത്രവുമല്ല, ഇതിനെതിരെ ഒരു സംഘം രൂപീകൃതമായിട്ടുണ്ട്. അവിടെ PV അൻവർ മാത്രമല്ല, അവിടെ KT ജലീലുണ്ട്, കാരാട്ട് റസാഖുണ്ട്, പിന്നെ പുറത്തു വരാൻ പല പേരുകളും ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ വിചിത്രം എന്ന് പറയട്ടെ, ഇന്നത്തെ CPM എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് KT ജലീലിന്റെ ആപ്പ് വേണ്ട, ഇവിടെ അഴിമതി കണ്ടുപിടിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം MP ഗോവിന്ദൻ പുറത്തുവിട്ട ദിവസം വൈകിട്ട് PV അൻവർ പുതിയൊരു നമ്പർ, ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുകയാണ് അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ളത്. എന്ത് സന്ദേശമാണ് കൊടുത്തത്? താൻ ഞങ്ങളെ അങ്ങ് ഞൊട്ടുന്നെങ്കിൽ ഞൊട്ടിക്കോ എന്നല്ലേ PV അൻവർ ഉദ്ദേശിച്ചത്? KT ജലീലിന്റെ ആപ്പ് ആവശ്യമില്ലെന്ന് പറഞ്ഞ ദിവസം വൈകിട്ട് PV അൻവർ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നമ്പർ കൊടുക്കുന്നു അഴിമതി കണ്ടെത്താൻ. എന്ത് സന്ദേശമാണ്? ഈ ഗവൺമെന്റിനെ കൊണ്ട് അഴിമതി കണ്ടെത്താൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ നമ്പർ കൊടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ നിലയിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് നിഷ്ക്രിയമായി നിൽക്കാൻ സാധിക്കുന്നു. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് പറയണം. ആരും സംരക്ഷിക്കാൻ ഡിഫെൻഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഞാനൊരു തെറ്റ് പറഞ്ഞു. ആകെ ഡിഫെൻഡ് ചെയ്യാനുള്ളത് ആരായിരുന്നു? റിയാസ് എന്ന് പറയുന്ന മരുമകൻ മന്ത്രി മാത്രമാണ് ഡിഫെൻഡ് ചെയ്യാൻ പുറത്തിറങ്ങിയത് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ്. ഒരു കാര്യം പറയാം, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ തലക്കടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ആരാണ് തലക്കടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. പട്ടണപ്രവേശം എന്ന സിനിമയിൽ കരമന ജനാർദ്ദന്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഈ ചാരിറ്റിയൊക്കെ നടത്തി, സന്നദ്ധ പ്രവർത്തനം ഒക്കെ നടത്തി, അതിന്റെ മറവിൽ കള്ളക്കടത്തും ബാക്കി കാര്യങ്ങളും നടത്തിക്കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കോവിഡിന്റെ മറവിലും പ്രളയത്തിന്റെ മറവിലുമൊക്കെ ഈ കള്ളക്കടത്തും ഈ കാര്യങ്ങളൊക്കെ ഗോപ്യമായി നടത്തിക്കൊണ്ടു പോകുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്ന് റിയാസ് എന്ന് പറയുന്ന മരുമകൻ ആ വീട്ടിൽ കാലുകുത്തി അന്ന് മുതൽ പിണറായി വിജയന്റെ കട്ടകാലം പുറത്തു വന്ന് അത് ജനങ്ങൾ അറിയുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കിയെന്നുള്ളത്. അതിനേക്കാൾ പ്രസക്തമായി ചോദിക്കുന്നത് ഇന്നലത്തെ MP ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന നിങ്ങൾ പരിശോധിച്ചു. ഇതിനേക്കാൾ ഒരു മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ മറ്റെന്തെങ്കിലും ഉണ്ട്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പാർട്ടിക്ക് ഇതുമായിട്ട് പാർട്ടിയെ ഇതിൽ കൂട്ടിക്കിട്ടണ്ട. ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടറി പറയുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന തോന്നിവാസം അതിന് പാർട്ടിയെ ഉൾപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിൽ, ഞാൻ പറഞ്ഞതുപോലെ കുറേ ദിവസങ്ങളായി സംശയിക്കുന്നു ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയുമ്പോൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് സൂചനയാണ് ഈ അൻവറിന്റെയും ഇത്തരം ശക്തികളുടെയും പിന്നിലുള്ളവരുടെ സൂചനയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നത്.
അവര്